പേര് പറയണം. എൻ്റെ പേര് എൽസി. എൽസി. എൻ്റെ പേര് സെലീൻ. എൻ്റെ പേര് ബ്ലോസം. ഓക്കെ, നിങ്ങൾക്ക് ഈ കൺവെൻഷനെ കുറിച്ച്, ഈ പ്രാവശ്യത്തെ കൺവെൻഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓക്കെ, അവിടെ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് കേട്ടു. സെലിൻ സിസ്റ്ററിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. യഥാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്, പുകഴ്ചയായിട്ട് പറഞ്ഞതല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിന് പുറകിലുള്ള വർക്ക് വളരെ കഠിനമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് വിജയകരമായിട്ട് ചെയ്യുവാൻ സാധിച്ചു. പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ഞാൻ ആരാഞ്ഞു. എല്ലാവരും പ്രാസംഗികരും ശക്തന്മാരായിട്ടുള്ള പ്രാസംഗികരും അതുപോലെ തന്നെ കടന്നു വന്ന ജനങ്ങളും എല്ലാവരും വളരെ സംതൃപ്തിയാണെന്നാണ് പൊതുവെ അറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത പ്രാവശ്യത്തെ മീറ്റിങ്ങിനെ കുറിച്ച് എല്ലാവരും പോയി സാക്ഷിയായി തീരണമെന്നുള്ളതാണ്. എന്നാലാണ് ഇതിൻ്റെ വിജയം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുന്ന് പ്രാവശ്യ ശക്തി കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വന്നാൽ മാത്രമേ അതിയുള്ളൂ. ഓക്കെ, തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹം. ഓക്കെ, ബ്ലോസത്തിന് അടുത്ത പ്രാവശ്യത്തെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒന്നിച്ച് തന്ന് ദൈവത്തിന് വേല ചെയ്യണം. ഓക്കെ, ഒരൈക്യമായിട്ട് നിന്ന് ദൈവത്തിന് വേല ചെയ്യണം. തീർച്ചയായിട്ടും മനുഷ്യർ സഭയിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ ശക്തരായിട്ട് പോകണം. അത് മാത്രമേ ആദ്യമായിട്ട് ആദ്യത്തെ മെസ്സേജ് തന്നെ പറഞ്ഞല്ലോ, രണ്ടുപേർ ഒന്നിക്കുന്നിടത്ത് ഒരു പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന് മുമ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ കരുതി വരണം. അന്നേരമാണ് നമുക്കതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്കതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. നമ്മളതൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാം വിജയകരമായിട്ട് വരത്തില്ല. നമ്മൾ ചെയ്യുന്ന എത്ര കഴിവോട് ചെയ്താലും അതിനകത്തെല്ലാം പാളിച്ചകളുണ്ട്. എന്നാൽ ആ പാളിച്ചകളിൽ നിന്നെല്ലാം നമ്മൾ വിജയകരമായിട്ട് നിർത്താൻ ദൈവം നമ്മളെ സഹായിച്ചു. സിസ്റ്ററിൻ്റെ പേരെന്ന് പറഞ്ഞാട്ട്? ഓക്കെ, സിസ്റ്ററിൻ്റെ ഈ കൺവെൻഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓക്കെ, ദൂത് നമുക്ക് ആത്മീയ കോളത്തിന് ആവശ്യമായൊരു ദൂത് തന്നെയായിരുന്നു. ഓക്കെ, അതിൽ പൊതുവെ കൺവെൻഷന് സന്തോഷവും ആത്മീയമായും നല്ല സന്തോഷമായെന്നാണ് സിസ്റ്ററിൻ്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. പാസ്റ്ററിൻ്റെ പേരെന്ന് പറഞ്ഞാട്ട്? എൻ്റെ പേര് കെ.സി. ചാക്കോ. ഓക്കെ, പാസ്റ്ററിന് ഈ വർഷത്തെ PCNA കൺവെൻഷനെ കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം എങ്ങനെയാണ്? വളരെ മനോഹരമായിരുന്നു, വളരെ ഉത്തേജനജനകമായിരുന്നു, വളരെ വെൽ അറേഞ്ച്ഡ് ആൻഡ് ഓർഗനൈസ്ഡ്. പ്രസംഗിച്ച ദേവദാസന്മാർ പൊതുവെ അവർ ദൈവജനം നന്നായി സംസാരിച്ചു. പൊതുവെ കടന്നു വന്ന ജനത്തിലൊക്കെ ആത്മീയമായിട്ട് നന്നായിരുന്നു. ഓക്കെ, ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഓക്കലാമ വെച്ച് വീണ്ടും കാണാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇത് ഒലിവുകാട് മിനിസ്ട്രിയിൽ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കൺവെൻഷനെ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായം ഷാജി പാസ്റ്റർ എന്ന് പറയണം. കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു. എസ്പെഷ്യലി ഒരു ആത്മീയ അന്തരീക്ഷം വളരെ നന്നായി ഉണ്ടായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ഓക്കെ, പാസ്റ്റർ പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്നതുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ഇവിടെ കാണാൻ സാധിച്ചോ? അതോ സാധാരണ മീറ്റിംഗ് പോലെ കടന്നു പോയെന്നേ ഉള്ളൂ? ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ preachers? Very good. Okay. ഞങ്ങൾ പൊതുവെ വാല്യൂ ചെയ്തിൽ നിന്നും എല്ലാവരുടെ നിന്നും ഈ അഭിപ്രായം തന്നെയാണ് കിട്ടുന്നത്. മീറ്റിംഗ് പൊതുവെ നന്നായിരുന്നു. ഇനി പാസ്റ്ററിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞാട്ട്? വണ്ടർഫുൾ മീറ്റിംഗ്. ഈ വർഷത്തെ PCNA വളരെ അനുഗ്രഹമായിരുന്നു. എസ്പെഷ്യലി ദ തീം ഓഫ് ദ കൺവെൻഷൻ വാസ് ഗുഡ്. പ്രത്യേകിച്ച് എല്ലാവരിലും ഒരു പ്രത്യേക ആത്മീയ പരിവർത്തനം, മിഷൻ ചലത്തിനെ കുറിച്ചുള്ള വർക്കുകളെ മെസ്സേജുകളെല്ലാം അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് മെസ്സേജുകൾ ദേവദാസന്മാരെല്ലാവരും വളരെ അനുഗ്രഹമായിട്ട് ഈ മീറ്റിംഗ് നടന്നു. അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഒക്കലോഹ മാച്ച് വീണ്ടും കാണാം. ഒക്കലോഹ മാച്ച് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു.